അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുന്നതെന്തിന്? പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് അള്ളാഹുവിങ്കൽ അത്യധികം വെറുക്കപ്പെട്ട ദുർഗുണമാകുന്നു. സൂറത്ത് സഫിലെ 2-3 ആയത്തുകളാണ് ഞാനിവിടെ ഓതിക്കൽപ്പിച്ചത്. വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. അതായത് മനുഷ്യൻ ഒന്ന് പറയുക മറ്റൊന്ന് ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും വെറുക്കപ്പെട്ട ദുർഗുണമാകുന്നു. സത്യസന്ധനായ മുസ്ലിമിൻ്റെ വാക്കും കർമ്മവും തമ്മിൽ യോജിച്ചതായിരിക്കണമെന്നാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. പ്രവർത്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നടക്കേണ്ടതില്ല എന്നാണ് ഇതിനർത്ഥം. നമുക്കറിയാം, ഇന്നൊരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനയാൾ പുറത്ത് പോയിട്ട് പഠിക്കേണ്ടതെന്നൊരാവശ്യമില്ല. കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ധാരാളം പ്രസംഗങ്ങളുടെ പരമ്പര തന്നെ നമുക്ക് ലഭ്യമാണ്. എന്നിട്ടും നമ്മുടെ മുസ്ലിം സമുദായം ഇന്ന് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ഈ ആയത്തിൻ്റെ ഗൗരവം എത്രത്തോളമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അയാൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അയാളെ കപടവിശ്വാസിയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കപടവിശ്വാസിയുടെ 3 ലക്ഷണങ്ങളായിട്ട് പറയുന്നത്: സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. അയാൾ എത്ര നമസ്കരിക്കുന്നവനാണെങ്കിലും നോമ്പെടുക്കുന്നവനാണെങ്കിലും മുസ്ലിമാണെന്ന് വാദിക്കുന്നവനാണെങ്കിലും ശരി. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ലക്ഷണങ്ങൾ ആയിട്ടാണ് പറഞ്ഞത്. അത് ഒന്ന്, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, സംസാരിച്ചാൽ കളവ് പറയുക, കരാർ ചെയ്താൽ ലംഘിക്കുക, തർക്കിച്ചാൽ അസഭ്യം പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരാളിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് വരെ അയാൾ ഒരു കാപ്പട്യ ലക്ഷണമുള്ളവനായിട്ട് കണക്കാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് മുമ്പിൽ തുറന്ന പുസ്തകമാണ്. അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് നമുക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയായിരുന്നു അവിടുത്തെ സഹാബാക്കളും. അവർ ഖുർആൻ ആയത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഓരോ ആയത്ത് അതുപോലെ തന്നെ സൂറത്തുകളൊക്കെ ഇറങ്ങുമ്പോൾ അത് പഠിച്ചെടുക്കാൻ വർഷങ്ങളൊക്കെ വേണ്ടി വരും അവർക്ക്. എന്തിനാണെന്ന് വെച്ചാൽ അതവർ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, അല്ലാതെ വെറും മനഃപ്പാഠമാക്കലല്ല. അപ്പോൾ അങ്ങനെയായിരുന്നു അവർ ജീവിക്കുന്ന ഖുർആനുകളായിരുന്നു അവരൊക്കെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ കുറച്ചുകൊണ്ട് അവരുടെ ജീവിതം തന്നെ സാക്ഷ്യം വഹിക്കുന്ന ആ ഒരു രൂപത്തിലാണ് അവർ ജീവിച്ചത്. പക്ഷേ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് പ്രഭാഷണങ്ങളും ഖുർആൻ ക്ലാസ്സുകൾ ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതൊന്നും ജീവിതത്തിലേക്ക് ശരിക്കും കാണാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത്. ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് പറയുന്നത്, ജിഹാദ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: കഷ്ടം, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ ജിഹാദ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം ജിഹാദാണെന്ന് അവരെ അറിയിച്ചപ്പോൾ അവർ അതിൽ നിന്നും പിന്തിരിയുകയാണ് ചെയ്തത്.
ദുർബല വിശ്വാസികളായ ആളുകളെ അവരുടെ ദൗർബല്യങ്ങളുടെ പേരിൽ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. അതിലൊന്ന് സൂറത്ത് നിസായിലെ 77-ാമത്തെ സൂക്തത്തിൽ ഇങ്ങനെ കാണാം: നിങ്ങളുടെ കരങ്ങൾ യുദ്ധത്തിലേർപ്പെടാതെ അടക്കി വെക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക എന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന ജനത്തെ താങ്കൾ കണ്ടില്ലയോ? ഇപ്പോൾ യുദ്ധം ചെയ്യണമെന്ന് കൽപ്പിച്ചപ്പോഴോ അവരത് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ അല്ല, അതിലധികമായി ജനത്തെ ഭയപ്പെടുന്നു. അവർ പറയുന്നു, റബ്ബേ, ഞങ്ങൾക്ക് യുദ്ധം വിധിച്ചതെന്തിനെ? ഞങ്ങൾക്ക് കുറച്ചുകൂടി അവസരം തന്നുകൂടെ? അതേപോലെ സൂറത്ത് മുഹമ്മദിലെ 20-ാം സൂക്തത്തിൽ ഇങ്ങനെ കാണാം: യുദ്ധം ആജ്ഞാപിക്കുന്ന ഒരു അധ്യായം അവതരിക്കാത്തത് എന്താണ് എന്ന് വിശ്വാസികൾ ചോദിക്കാറുണ്ടായിരുന്നുവല്ലോ. പക്ഷേ യുദ്ധം പരാമർശിക്കുന്ന ഖണ്ഡിതമായ ഒരു അധ്യായം അവതരിച്ചപ്പോൾ മനസ്സിൽ രോഗമുള്ളവർ, മരണത്താൽ വലയം ചെയ്യപ്പെട്ടവർ നോക്കുന്നത് പോലെ താങ്കളെ നോക്കുന്നതാണ് കണ്ടത്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണോ പറയുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണം. അവനാണ് യഥാർത്ഥ വിശ്വാസി. പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ, പറയുന്നതിനോട് പരമാവധി നീതി പുലർത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.